നമുക്കൊക്കെ എങ്ങനെ കറണ്ട് കിട്ടുന്നത്? KECBിൽ നിന്ന് കറണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരും. ഇനി KECBിക്ക് കറണ്ട് കിട്ടുന്നതോ ഒരു ഡാമിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെത്തേഡിൽ കൂടിയോ KECBിക്കും കറണ്ട് കിട്ടും. സ്പേസിൽ നിന്നുള്ള കറണ്ട് ഡയറക്റ്റ് എർത്തിലോട്ട് ഒരു വയർലെസ് ടെക്നോളജി വഴി വന്നാലോ? വെൽക്കം ടു 30 days of futuristic tech is day number 6. അതായത് നമ്മുടെ സ്പേസിൽ അങ്ങനെ സോളാർ സിസ്റ്റം വെച്ച് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതൊരു വയർലെസ് ടെക്നോളജി കൂടെ നമ്മുടെ എർത്തിലേക്ക് ഡയറക്ട്ലി സെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് സ്പേസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത കറണ്ടിനെ ഒരു മൈക്രോവേവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബീമായിട്ടോ സ്പേസിൽ നിന്ന് എർത്തിലേക്ക് കൊടുക്കുകയും ഈ എർത്തിൽ ഒരു റിസീവർ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യുകയും നമുക്ക് വേണ്ട ഇലക്ട്രിസിറ്റി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം തന്നെ ജപ്പാൻ ഒരു സാറ്റലൈറ്റിനെ സ്പേസിലേക്ക് വിടുകയും ഈ പറഞ്ഞ ടെക്നോളജി വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും പോവുകയാണ്. ജപ്പാനിന്റെ മുന്നേ തന്നെ 1.8 കിലോവാൾട്ട് ഇലക്ട്രിസിറ്റി ഈ പറഞ്ഞ മെത്തേഡില് ഒരു 55 മീറ്ററിൽ വയർലെസ് ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? നമ്മുടെ എർത്തിൽ തന്നെ ഒരു സോളാർ സിസ്റ്റം വെച്ച് നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് സ്പേസിൽ രാത്രിയും പകലും ഇല്ല, 24 മണിക്കൂറും നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ വെതർ കണ്ടീഷനോ മറ്റ് ക്ലൗഡിങ്ങിന്റെ കാര്യമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. 24/7 കൺസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്പേസിൽ പറ്റും. അപ്പൊ ഇതുപോലത്തെ ഫ്യൂച്ചറിസ്റ്റിക് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് മീ.